എടി അവളെ വിളിച്ചോണ്ട് പോടി, പാല് കുടിക്കാൻ പറ. എന്റെ പൊന്നെ ഇപ്പൊ തന്നെ വിളിച്ചേ ഉള്ളൂ. ഞാൻ പറഞ്ഞതേ വലിയേച്ചി പാലൊക്കെ കാച്ചി വെച്ചിട്ട് വേഗം വരാൻ പറഞ്ഞപ്പോ തീ മിണ്ടുന്നില്ല. ഞാൻ അടുത്ത് പോയി മേത്തൊന്നും തൊട്ടപ്പോ നല്ലൊരു ചവിട്ടം വെച്ചി കാലിന്. എന്റെ ജീവൻ പോയി. ഒരു ചെറുതൊന്നും കൊടുക്കാത്തത് അയ്യോ എന്തിനാണ്? എന്നിട്ടാണ് ഇവിടെ കിടന്ന് വാവിട്ട് കരയാനായിട്ട്. അത് കേട്ട് ചേട്ടൻ വരും, ചേട്ടൻ പിന്നെ എന്നെ പിടിച്ച് തല്ലും. രാവിലെ തന്നെ അവളെ ഐസ്ക്രീം കിട്ടാത്തതിന്റെ പേരിൽ ഉടക്കി നിൽക്കുകയാണ്. ഡാ നീ പോയി അവളെ വിളിച്ചോണ്ട് പോവാ, ഇല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വരും എന്ന് പറഞ്ഞാൽ മതി. ഓക്കേ ചേച്ചി ഇനിയിപ്പോ അച്ഛനമ്മ വരണ ഒരു വലിയ പാടാണ്. ഇനി അച്ഛനമ്മ എങ്ങോട്ടും പോകുമ്പോഴത്തേക്കേ ഇവിടെ എന്തായാലും കൊണ്ടുപോകാൻ പറയണം. നടക്കൂലല്ലെങ്കിൽ എന്നെ കൊണ്ട് നോക്കാൻ പറ്റൊന്നുമില്ല. ഒരു മതം പോട്ട് നിൽക്കണ ആനയെ തളയ്ക്കണേക്കാളും കഷ്ടമാണ് അവളെ നോക്കണ കാര്യം. അത് മാത്രോ പഠിക്കാൻ പറഞ്ഞാൽ കേൾക്കില്ല. എന്തൊരു മടിയാണ് കൊച്ചിന്. ഇനിയിപ്പൊ അമ്മ വരണം, എന്നാലും ശരിയാവുള്ളൂ. നാളെ വരുമല്ലോ, അപ്പൊ കിട്ടിക്കോളും. വരുവോ? വന്നാ മതിയായിരുന്നു. പൊന്നോ എന്തോന്നത് എന്നെ കടിച്ചു കയറാൻ പറഞ്ഞന്ന്. ഞാൻ പാല് കുടിക്കാൻ വിളിച്ച് എന്നിട്ട് പറഞ്ഞ് വന്നില്ലെങ്കിൽ ഇപ്പൊ ലച്ചാച്ചി ഇങ്ങോട്ട് വരുമെന്ന്. അപ്പൊ പറയണ കിളവൻ കഴിച്ചു. ഹലോ, രണ്ടുപേരും ചിരിക്കണ്ട. നിങ്ങളൊക്കെ വിളിക്കുന്നതാണ് ഇപ്പൊ കൊച്ചൻ വിളിക്കാൻ തുടങ്ങിയത്. കഷ്ടം തന്നത്. ആ അന്നല്ല കൊച്ചിന്റെ രക്ഷയായി. ഗുണ്ടുമണിയോട് എപ്പോഴും കിടക്കാണ്. അവിടെ കിടപ്പുണ്ട്. പാല് കൊടുക്കണല്ലേ? ബെസ്റ്റ്. എന്ത് ഞങ്ങൾ രണ്ടാളും മാറി മാറി വിളിച്ചു നോക്കി, ഒന്നും നടക്കണില്ല. ചേട്ടനാണ് കുഴപ്പം മുഴുവൻ ഒപ്പിച്ചു വെച്ചേ. ഞാൻ എന്ത് ചെയ്ത്? ചേട്ടൻ രാവിലെ പാല് വാങ്ങാൻ പോയപ്പോഴത്തേക്ക് ഐസ്ക്രീം വാങ്ങണമെന്ന് പറഞ്ഞു. ചേട്ടൻ ഇതിനാണ് നോക്കാന്നൊക്കെ പറഞ്ഞേ. പറ്റില്ലെന്ന് പറഞ്ഞൂടായിരുന്ന? ഞാൻ നോക്കാന്നല്ലേ പറഞ്ഞു, വേറെ ഒന്നും പറഞ്ഞില്ലല്ലോ. ആ സാധനത്തിനകത്ത് അങ്ങനെ പോലും പറഞ്ഞുകൂടാ. ഇപ്പൊ എന്താ പ്രശ്നം? എന്ത് ഇപ്പൊ പ്രശ്നം എന്താന്ന് വെച്ചാല് ചേട്ടന്റെ പുന്നാരനീതി പാല് കുടിക്കുന്നില്ല. അത്രയുള്ള ഞാൻ കുടിപ്പിക്കാം, കാണിച്ചരാ. മിക്കവാറും ചേട്ടൻ ഇപ്പൊ കരഞ്ഞോണ്ട് വരുന്നു. അവൾ ആപ്പാടെ കുറച്ചെങ്കിലും പറഞ്ഞാൽ കേൾക്കണ ചേട്ടൻ പറയുമ്പോഴാ. ഞാൻ ഒരു കാര്യം പറയാം, ഇവള് കുറച്ചും കൂടെ വലുതാവുമ്പോണ്ടല്ലോ അമ്മയുടെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് നല്ലോണം മേടിക്കും. മിക്കവാറും നമ്മളൊക്കെ മേടിച്ചതിന്റെ ഇരട്ടി അവള് മേടിക്കും. മേടിക്കും. അതെ ഈയിടയ്ക്ക് എല്ലാം കൂടെ ചുറ്റി നിന്ന് ജസ്റ്റ് ഒന്ന് വഴക്ക് പറഞ്ഞതിന് നേരെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച സാധനം അത്. മിക്കവാറും അവള് ഭാവിയിൽ അച്ഛനമ്മയും ജയിലിൽ കയറ്റി. അതിന് മുന്നേ മിക്കവാറും ഞാൻ ജയിലിൽ കയറുന്നാണ് എനിക്ക് തോന്നുന്നത്. ചേച്ചി നമ്മളെല്ലാം പണ്ട് പറയായിരുന്നല്ലേ കൊച്ചു പിള്ളേരെ അടിക്കരുത്, അവരെന്താഗ്രഹം പറഞ്ഞിട്ട് സാധിച്ചു കൊടുക്കണമെന്നൊക്കെ. സത്യം പറയാല്ല, ചെറുതിലെ അടി കൊടുക്കേണ്ട സമയത്ത് അടി കൊടുത്ത് തന്നെ വളർത്തണതിനെ. ആ അതല്ല അച്ഛൻ പറയണേ, ഒന്നുള്ളെങ്കിലും ഒലക്കി കടിച്ചു വളർത്തണം. ഗൈസ്, എന്റെ രാജകുമാരി എത്തി. രാജകുമാരിയുടെ മുഖം നോക്കിക്കേ, കടന്നല് കുത്തിയ പോലെ. ഉണ്ടാക്കിടി, എന്റെ കൊച്ചു പാല് കുടിക്കാൻ വന്നാ. ഞാൻ പാല് കുടിക്കാനല്ലോ പിന്നെ മര്യാദക്ക് പാല് കുടിക്കട്ടാ പാറു, അല്ലെങ്കിൽ എന്റെ അടി വാങ്ങുവാ. ചേട്ടൻ കുടിച്ചാൽ മതി പാല്. വാശി പിടിക്കല്ലേ പാറു, കുടി. പാറു വെറുതെ വാശി പിടിക്കണ്ട, ഇവിടെ എല്ലാവരുടെ കയ്യിലും നിനക്ക് കിട്ടും. പാല് കുടിച്ച് എവിടെതാ കുടിക്കേ. ഐസ്ക്രീം കഴിച്ചാൽ ഞാൻ പാല് കുടിക്കാം. അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ നീ പാല് കുടിക്കണ്ട. എടി നീ അവിടെ വെച്ചേ പാല് കുടിക്കണ്ട കേട്ടോ. വേണ്ട, എനിക്ക് നിർബന്ധമില്ല. ഈ സാധനത്തിനെ കൊണ്ട് നീ ഇന്ന് മിക്കവാറും കരയും കേട്ടാ. എനിക്ക് പാല് വേണ്ട വേണ്ട വേണ്ട. നോക്കിയേ ഞാൻ പാലും കിട്ടുന്നത്. പാലിട്, കുടിക്കാൻ പറ്റുമോ നോക്കട്ടെ, കുടിപ്പിക്കാൻ പറ്റുമോ നോക്കട്ടെ. മോളെ പാറു, പാലുടി. പാറു നോക്കിയേ, മര്യാദക്ക് പാലുടി. പിന്നെ പാറുമോൾ ഇപ്പൊ പാല് കുടിച്ചു. അഹങ്കാരിയാണോള്, അഹങ്കാരി. പാറു നീ മര്യാദക്ക് പാലുടി. കുടുക്ക്, തമ്പരാട്ടിക്ക് പാല് കൊടുക്ക്, വേഗം ആവട്ടെ. കാറ് വെച്ചുമ്പോ കളിക്കലെ പാല് കുടിച്ചേ. പാറു പാലുടിയടി, ഇവിടെ നോക്കിയടി. പാലുടിയടി മര്യാദക്ക്. അടിപൊളി. ചേട്ടൻ എന്താ പറഞ്ഞേ? ചേട്ടൻ വിചാരിച്ച അവള് പാല് കുടിക്കുമെന്ന്. ഇപ്പൊ കുടിക്കും. എന്റെ ക്ഷമയെ പരീക്ഷിക്കില്ലേ? പാറു മര്യാദക്ക് എണീക്ക്. ഇനി മര്യാദ ഉണ്ടായിട്ട് വേണ്ടി എണീക്ക്. പാറു പിടിച്ചേ, മര്യാദ പഠിപ്പിക്കാൻ പറ്റുമോ നോക്കിട്ട്. എന്താ നോക്കി പഠിപ്പിക്കണത്? കുടിയടി. ഐസ്ക്രീം വേണം. നിന്നെ ഞാൻ കുടിപ്പിക്കാൻ പറ്റുമോ നോക്കട്ടെ. പാല് കുടിക്കാൻ ഇങ്ങനെ കുടിപ്പിക്കാൻ പറ്റുമോ? കുടിയടി. എന്തോന്നടി തർക്കുത്തരം? എന്നെ അടിക്കണ? ചേട്ടൻ അടിക്കണ? അവിടെ ആനങ്ങണ്ടക്ക്. ഇത് ഡേഞ്ചറസ് കേസാണ് കേട്ടോ, വിട്ടുകളാ. മോശം കേട്ടാ, അമ്മ വരുമ്പോ അറിഞ്ഞു കൊടുക്കുന്നുണ്ട്. ഭയങ്കര മോശമാണ് ഈ പെരുമാറ്റം. കേശുവേ എന്തെങ്കിലും പറ്റിയാടാ? വേറൊന്നും പറ്റിയില്ല, ഒരുമാതിരി ബുൾഡോസർ ഇടിക്കുന്ന പോലാണ് ഇത് ഇടിച്ചത്. അമ്മ കേട്ടാ പറഞ്ഞു കൊടുക്കുവേ. അഹങ്കാരം നോക്ക്, അഹങ്കാരം മാറിയിട്ടില്ല ഇതുവരെയായിട്ടും. ഇതാണ് പറഞ്ഞ പിള്ളേർക്ക് ഒരുപാട് സ്വാതന്ത്ര്യം കൊടുക്കരുത്. എടാ നമ്മളൊക്കെ വളർന്നപ്പോ എങ്ങനെയായിരുന്നടാ? സഹോദരങ്ങളാണെങ്കിലും കൂട്ടുകാരെ പോലെയല്ലോ നിന്നേ.
ഇവിടെ സ്നേഹിക്കുകയും ചെയ്യരുത്, ഇവക്ക് ഫ്രീഡം കൊടുക്കരുത്. ഞാൻ നല്ല തരും കേട്ടാ. എന്നെ ഒന്ന് അടിച്ചു നോക്ക്. നോക്കാനാ അടിച്ച നീ എന്തേ ഓടി? എല്ലാരും മുറിന്ന് ഇറങ്ങിക്കോ. ഇവിടെ ഇന്ന് മുറിന്ന് പുറത്തിറങ്ങണം, എനിക്കൊന്ന് കാണണമല്ലോ. മുട്ടാതെ തന്നെ അടിക്കും നിന്നെ, നോക്കിക്കോ. എന്തേ എന്റെ പൊന്നോക്ക് ഐസ്ക്രീം വേണോ? വേണം. വേണം. നിങ്ങൾ ഐസ്ക്രീം ആയിട്ട് മുട്ടുകൾ കടിയാൻ അടിയുന്നുണ്ടല്ലോ, അപ്പുറത്ത് പോയി കിടക്കും, ആരെടുത്തോണ്ട് വരത്തില്ല ഏട്ടല്ല. ഇവിടെ ഇരുന്നോണം, മുറിന്ന് അനങ്ങരുത്. പിന്നെയും പറ്റിക്കുന്നോ? ഇന്ന് അവിടെ അടങ്ങി ഒതുങ്ങി ഇരുന്നോളാം, മര്യാദയ്ക്ക് കിടന്നോളാം കേട്ടല്ല. പാറു, നീ പാല് കുടിക്കാതെ നിനക്ക് ഐസ്ക്രീമും ഇല്ല ഗീസ്ക്രീമും ഇല്ല കേട്ടാ. നിനക്ക് വാശിയാണെങ്കിലേ ഞങ്ങൾക്കും വാശിയാ. ഞാൻ അടുക്കള ജോലിക്ക് പോവാണ്. ആർക്കാണ് ബുൾസൈ, ഓംലേറ്റ്, നൂഡിൽസ് ഒക്കെ വേണമെങ്കിൽ വെച്ചാൽ വാ, ഞാൻ ഉണ്ടാക്കി തരാം. എന്തായാലും ഇന്ന് ഈ വീട്ടിൽ നിന്ന് പാറു പാല് കുടിച്ചില്ലെങ്കിൽ ഒരു തുള്ളി വെള്ളം പോലും നിനക്ക് ഞങ്ങൾ തരൂല. അത്രേ ഉള്ളൂ, ഒരു മാറ്റമില്ല കാര്യത്തിൽ ഏട്ടാ. ഡേയ് കേശവന് ദേഷ്യം വന്നാ അറിയാല്ല. നീ പോയി പാല് കുടിച്ചേ ചെല്ല്. ഡേ എല്ലാരും ഇങ്ങനെ പുറകെ നിൽക്കണ പ്രശ്നം. അവനവന്റെ ജോലി നോക്കി പോവാൻ നോക്ക്. ആ എന്തായാലും ലച്ചു ചേച്ചി ഇപ്പം ഓംലേറ്റ് ഉണ്ടാക്കി തരാന്ന് പറഞ്ഞല്ലോ. ഞാൻ പോയി ഓംലേറ്റ് കഴിക്കട്ടെ. ഞാനും കഴിക്കിട്ട്. അങ്ങനെയാണെങ്കിൽ എനിക്കൊരു ബുൾസൈ. ഡബിൾ പുളിച്ച് ആയാലോ? ട്രിപ്പിളാ. എന്നാ ബാ. തരോട്ട് ഞാൻ ഇവിടുന്ന് അന്നങ്ങരുത്. കുറച്ച് ഐസ്ക്രീം നമുക്ക് മാത്രം മേടിച്ച് കഴിക്കാട്ടാ. ആ. ആൾക്ക് കൊടുക്കണ്ടേ? പിന്നല്ല അഹങ്കാരി. നീ ഇരിക്കും.